ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് 25 മുതൽ 31 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ ലൂണാർ എക്ലിപ്സിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ടൈം ഫ്രെയിമിലുള്ള മെയിൻ മെസ്സേജസ് എല്ലാം ഞാൻ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റീഡിംഗ് വന്നിട്ട് ഞാൻ കുറച്ചൊന്നൊരു ഷോർട്ടായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് പോർക്യുപൈൻ ആണ് വന്നേക്കുന്നത്, മുള്ളംപന്നി, സ്നേക്ക്, ഗോൾഡ് ഫിഷ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പോർക്യുപൈൻ ആണ്. പോർക്യുപൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളംപന്നിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്തോട്ടുള്ള മെയിൻ മെസ്സേജസ് എല്ലാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലൂണാർ എക്ലിപ്സിൻ്റെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് പോർക്യുപൈൻ ആണ്. ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഐ ആം ഡിസേണിങ് about the people I allow into my circle. ഇവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഏത് സ്പേസിലാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലാണോ, ഫ്രണ്ട്സിൻ്റെ ഒപ്പമാകാം, ഫാമിലിയുടെ ഒപ്പമാകാം, അതൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, പോസിറ്റീവ് എനർജി നൽകുന്ന, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ കൂട്ടുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി സീരിയസ് എനർജിയിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ചും കൂടെ പ്ലേഫുൾ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉള്ളിൽ ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. കുറച്ച് ഈസി ഗോയിങ് ആയിട്ട്, കുറച്ചൊന്ന് ആ ഒരു ഹ്യൂമർ സൈഡിൽ നിങ്ങൾ കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് പാസ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു ആൾക്കാർ, അവരായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജീസ്, നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസ് നിങ്ങൾ കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം, നിങ്ങൾ ഈ ഒരു വീക്കിൽ ഏത് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗുഡ് റിസൾട്ട് കിട്ടും നോക്കാം. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ ആയിരിക്കാം. നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓരോ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഗോളിനെ കുറിച്ചിട്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട്സ്, ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ പറയുന്ന നാരേറ്റീവ്സ്, സ്റ്റോറീസ്, അത് നിങ്ങളെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതും കുറച്ചുകൂടെ നിങ്ങളോട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജും കൂടെ നോക്കാം. ബിക്കം foolproof. In the age of fake news, it can be really hard to know if what you are reading is real or not. Okay, നമ്മൾക്ക് ചുറ്റും ഒത്തിരി എനർജീസ് ഉണ്ട്,
നമ്മൾ ഡെയിലി ഒത്തിരി ന്യൂസ് നമ്മൾ കേൾക്കുന്നതാണ്. ഇത് ലോകത്തെക്കുറിച്ചിട്ടായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ചിട്ടായിരിക്കാം, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഓക്കെ, അവരെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ പല പല എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ടാകാം. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം ഫേക്കാണ്, അതിൽ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫാക്ട് ചെക്ക് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, റിസർച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് കിട്ടുന്ന സമയത്ത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ഗോളിൽ നിന്നിട്ട് നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിൽ നിന്ന് നമ്മൾ പിന്മാറാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ സത്യം എന്താണോ, നീതി എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പാൽ നമ്പർ 1. താങ്ക് യു. നിങ്ങളുടെ ഗൈഡൻസ് എന്താ നോക്കാം ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. പാൽ നമ്പർ 1. 25ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്ലിപ്സ് ആണ്, ലൂണാർ എക്ലിപ്സ് ആണ് വരുന്നത്. താങ്ക് യു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏപ്രിൽ 8-നാണ് സോളാർ എക്ലിപ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആക്ഷൻസ്. താങ്ക് യു. പാൽ നമ്പർ 1. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ. അഗെയിൻ ഇത് ട്രൂത്തിൻ്റെ എനർജിയാണ്, സത്യത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, അഗെയിൻ ഇവിടെ പറഞ്ഞ സെയിം എനർജി തന്നെയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ബാക്കിൽ വന്നിട്ട് റിലീസ് കൺട്രോളാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു എനർജി ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 1. താങ്ക് യു. പായൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 6 ഓഫ് സോഡ്സും വന്നിട്ട് എനിക്കിവിടെ നിങ്ങളുടെ മെൻ്റൽ ആ ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ വറി ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായിരിക്കാം. അത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക ഫിൽട്ടർ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആകുന്നുണ്ടാകാം നിങ്ങൾ ഈ ഒരു സമയത്ത്. അത് നിങ്ങളെ ഒരു ചാലഞ്ചിങ് പീരീഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ പീസ്, നിങ്ങളുടെ സമാധാനം, അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ മൈൻഡിനെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കാനായിട്ട്, കുറച്ചും കൂടെ പോസിറ്റീവ് കാര്യങ്ങൾ, പ്ലേഫുൾ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഡിറ്റാച്ച്മെൻറ്റ്, നമ്മൾ ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഒരു കാര്യത്തിൽ നമ്മൾ ഓവർ ഒബ്സസീവായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് അതിൽ എനർജി കൊടുക്കുമ്പോഴാണ് നമ്മളുടെ എനർജി ഡ്രെയിൻ ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജി, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൂലി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ ഇപ്പോൾ ചെയ്യേണ്ടത്, പ്രയോറിറ്റി എവിടെയാണ് കൊടുക്കേണ്ടത്, അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് അതിൽ കുറച്ചും കൂടെ നിങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട്, പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫോർ ഓഫ് സോഡ്സ്, ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഹാർട്ട് സ്പേസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലോൺലി എനർജി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയതായിട്ട്, മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് ആ ഒരു എനർജി ചിലപ്പോൾ കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം.
ഓക്കെ. അപ്പോൾ ആവശ്യത്തിന് ആ ഒരു നിങ്ങളുടെ മൈൻഡ് ബോഡി സ്പിരിറ്റ് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ട്, അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ടൈം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വേർഡ്സ് അത് നിങ്ങൾ ഒത്തിരി പേഴ്സണലി എടുക്കാതിരിക്കുക. നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസാണ്. വാവ്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജിയും ഒത്തിരി ക്വാളിറ്റി പോസിറ്റീവായിട്ടുള്ള എനർജിയും എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കുട്ടികളായിട്ട്, ഗ്രാൻഡ് കിഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഡിവൈൻ ഓർഡറിൽ സംഭവിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഡിവൈൻ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റ് എനർജീസിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നിട്ട് കുറേ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, പൈൽ നമ്പർ 1, ദ എംപ്രസ്. ഇവിടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് റിസൾട്ട്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഫേസിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് 9 months ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം, അതിന് ഒരു പോസിറ്റീവ് റിസൾട്ട്സ് അത് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ഓപ്ഷൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ മെയിനായിട്ട് കിഡ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് കിഡ്സിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള ഡിസിഷൻസ് ചിലപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീക്കിൽ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്നിട്ടുള്ള ഓൾഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ടായിരിക്കാം, കൊളീഗ്സിനെ മീറ്റ് ചെയ്യാനായിട്ടായിരിക്കാം. ഓക്കെ, അവരുമായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അതുമായിട്ട് റിസീവ് ആകുന്നുണ്ടാകാം. താങ്ക് യു. 8 ഓഫ് കപ്സ്. കുറച്ച് പേര് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ട്രോമ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ, ഒരു ആൻസർ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ മൈൻഡിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നറേറ്റീവ്, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 10 ഓഫ് wands. എഗെയിൻ കംപ്ലീഷൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു സൈക്കിൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ടോ ഏസ് ഓഫ് കപ്സ്. കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ്, പ്രൊട്ടക്ഷൻ, ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ട്രാൻസ്ഫർ ആയിരിക്കാം, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥാനക്കയറ്റമായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവൽ ആയിരിക്കാം. ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. എഗെയിൻ മണി, ഫിനാൻസ്, മെറ്റീരിയൽ അബണ്ടൻസും എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്കിത് നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ ഗ്രാൻഡ് കിഡ്സ് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കാം, ട്രാവൽ ചെയ്ത് വരുന്നതായിരിക്കാം ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണ്, ഈ ഒരു വീക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1,
Pile number 1. Love. I commit to the practice of seeing the good in all things. ഞാനിവിടെ പറഞ്ഞ സെയിം എനർജി തന്നെയാണ്. എല്ലാത്തിലും ഒരു ഹ്യൂമർ സൈഡ്, പോസിറ്റീവ് സൈഡ് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്നേഹം, ലവ്, സെൽഫ് ലവ് ആകാം. കുറച്ച് പേർക്ക് നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങൾക്ക് കഴിവില്ല, പൊട്ടൻഷ്യൽ ഇല്ല അങ്ങനെ കാണാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുന്ന കൂട്ടുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സിൽ സ്നേഹം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാതിരിക്കുക. സ്നേഹം ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് കൺട്രോൾ ഇഷ്യൂസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, റിസൾട്ട് കിട്ടുന്നുണ്ടാകില്ല, ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം കുറച്ചും കൂടെ സറണ്ടറിൻ്റെ എനർജി ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ ഓവറായിട്ട് എന്താ പറയുക ഡൗൺ ആയി പോകാതിരിക്കുക. ആ ഒരു ഗൈഡൻസും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ മെസ്സേജ് എഴുതാവുന്നതാണ്. ഐ കമ്മിറ്റ് ടു ദ പ്രാക്ടീസ് ഓഫ് സീയിങ് ദ ഗുഡ് ഇൻ ഓൾ തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് സ്നേക്കാണ്, പാമ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ലൂണാർ എക്ലിപ്സിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ടൈം പീരീഡിലുള്ള മെയിൻ മെസ്സേജസ് എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് ഹെൽത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമോ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് എക്സസൈസ് ആയിരിക്കാം, അത് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചും കൂടെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസെക്റ്റ് ബൈറ്റ്സ്, അലർജീസ്, ഓക്കെ, അത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക. എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ എടുക്കാനായിട്ടും കുറച്ച് പേർക്കൊരു ഗൈഡൻസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നേക്ക് വന്നിട്ട് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ മീ ടു ഫീൽ മൈ ഫീലിങ്സ്. Feelings of anger, sorrow and grief will pass as I release them from my body. Okay. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ്, പെട്ടെന്ന് സങ്കടം വരിക, പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ആ ഒരു ഗ്രീഫ് നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങൾ പുറത്തോട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞ എക്സസൈസ് ചെയ്യുന്നത്, വാക്കിങ്ങിന് പോകുന്നത്, കുറച്ച് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിൻ തിങ് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ആ ഒരു പുറത്തോട്ട് നിങ്ങൾക്ക് കളയാൻ പറ്റാത്ത ആ ദേഷ്യം, ആങ്കർ ഇഷ്യൂസ് എല്ലാം നിങ്ങൾ ഹെൽത്തി വേയിൽ നിങ്ങൾ വെൻറ്റ് ഔട്ട് ചെയ്യാനായിട്ട്, പുറത്തോട്ട് കളയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ആയിരിക്കാം, പ്രയേഴ്സ് ആയിരിക്കാം, ഓക്കെ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ടൈം പീരീഡ് ഞാൻ ലൂണാർ എക്ലിപ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു ചലഞ്ചിങ് പീരീഡാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡാണ്. അത് പ്യൂരിഫൈ ചെയ്തിട്ട് നിങ്ങളൊരു ന്യൂ സൈക്കിളിലോട്ട് പിന്നീട് വരുന്ന മാസങ്ങളിൽ നിങ്ങൾ കിടക്കുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫീലിങ്സ്, കുറച്ച് പേർക്ക് ഇത് ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത എനർജിയും ആകാം. പാസ്റ്റ് മിസ്റ്റേക്സ്, നിങ്ങളുടെ തന്നെ മിസ്റ്റേക്സ് ആയിരിക്കാം, മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് ആയിരിക്കാം. അത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി
പ്രശ്നങ്ങളിൽ കൂടെ, ഒത്തിരി ആങ്സൈറ്റിയിൽ കൂടെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടെ കാമാക്കി വെക്കാനായിട്ട്, പീസ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു വീക്ക് എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടും നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. ലേൺ എ ന്യൂ സ്കിൽ. നിങ്ങളോട് ഈ ഒരു വീക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പാതി വഴിക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കോഴ്സസ്, പുതിയ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോബി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹോബി ഉണ്ട്, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോബി തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, സയൻസിനെ കുറിച്ചിട്ട്, അതൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് യോഗ ക്ലാസ് ജോയിൻ ചെയ്യുന്നതായിരിക്കാം, മെഡിറ്റേഷൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഇത് വന്നിട്ട് ഓൺലൈനും നമുക്ക് യൂട്യൂബിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ക്രാഫ്റ്റ്സിനോട് ക്രിയേറ്റീവ് ടാലൻസ് ഉണ്ടെങ്കിൽ അതായിട്ട്, ഡ്രോയിങ്, അതിൽ പല പല പുതിയ ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളെ മൈൻഡ് കുറച്ചും കൂടെ ഓക്യുപ്പൈഡ് ആയിട്ട് വെക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഗ്രോത്ത് ആണ്. പ്രാക്ടീസ് ബീയിങ് അസേർട്ടീവ്. When you are assertive, you can express what you want in a calm and positive way. നിങ്ങൾ അസേർട്ടീവ് ആവണ സമയത്ത്, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയണ സമയത്ത്, ചിലപ്പോൾ നിങ്ങളുടെ സൈഡിലായിരിക്കാം ട്രൂത്ത്, പക്ഷെ അത് പറയണ സമയത്ത്, എക്സ്പ്രസ് ചെയ്യണ സമയത്ത് കുറച്ചും കൂടെ ശാന്തമായിട്ടിരുന്ന്, കാമായിട്ടിരുന്ന്, പോസിറ്റീവ് വേയിൽ നിങ്ങളത് തുറന്ന് സംസാരിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായിട്ട്, ഫേമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഒരു റെസ്പെക്റ്റ്ഫുൾ വേയിൽ, ആരെയും അണ്ടർമൈനിങ് ചെയ്യാത്ത രീതിയിൽ, ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടാത്ത രീതിയിൽ, ഹെൽത്തി വേയിൽ നിങ്ങൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ക്ലിയർ അല്ലാതെ പറയണ സമയത്ത്, നമ്മൾക്ക് തന്നെ വ്യക്തത ഇല്ലാത്ത സമയത്ത് നമുക്ക് പാസീവ് അഗ്രഷനിലോട്ട് പോകുന്നതാണ്, ആങ്കറിലോട്ട് പോകുന്നതാണ്. അങ്ങനത്തെ എനർജി നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആകുക, വ്യക്തത വരുത്തുക നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്. ബാക്കിൽ വന്നിട്ട് ഇംപ്രൂവ് യുവർ പോസ്ചർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പോസ്ചർ, നിങ്ങളുടെ ബോഡി, നിങ്ങളിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പോസ്ചർ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഈ ഒരു വീക്ക് വന്നിട്ട് ചിലപ്പോൾ ബാക്ക് പെയിൻ, അഗെയിൻ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഓക്കെ, അഡ്വൈസ് എന്താ നോക്കാം. താങ്ക് യു. Thank you. Advice for pile number 2. Attune to the divine. New moon in Pisces ആണ് വന്നിരിക്കുന്നത്. ഡിവൈൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യൂസ് പറയണ സമയത്ത്, ഇത് കുറച്ച് പേർക്ക് പേഴ്സണൽ വ്യൂസ് ആയിരിക്കാം, കൾച്ചറിനെ കുറിച്ചിട്ട്, റിലീജിയനെ കുറിച്ചിട്ട് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ഒരു എന്താ പറയുക അഭിപ്രായം ഉണ്ടാകാം. അത് നിങ്ങൾ പറയണ സമയത്ത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. പൈൽ നമ്പർ 2. Page of Cups. ഈ ഒരു വീക്കിൽ നിങ്ങളുടെ മെയിൻ എനർജി വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ വാല്യൂസ്, മണി, ഫിനാൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ
കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാകാം. പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജി, അതായത് ലവ്, റിലേഷൻഷിപ്പ്, അതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഒത്തിരി ഡ്രീമി എനർജി എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസിലും വന്നിട്ട് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചും കൂടെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ഹീൽ ചെയ്യാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെ ഒരു പീസ്ഫുൾ മൈൻഡ്, പീസ്ഫുൾ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദ ഡെവിൾ. ഈ ഒരു വീക്കിൽ ഒത്തിരി മെറ്റീരിയൽ അബണ്ടൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി അട്രാക്റ്റീവായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് ഇവിടെ ഒത്തിരി കോമ്പറ്റീഷൻ്റെ എനർജി. ചിലപ്പോൾ ഒത്തിരി പേര് നിങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി പ്രത്യേകം കെയർഫുൾ ആകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കരിയറിൽ എനിക്ക് ഒത്തിരി പോസിറ്റീവ് ഗ്രോത്ത് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ട് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്നേക്കിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് കൊളാബറേഷൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ലവ്, റൊമാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ ഒത്തിരി ടീം വർക്കോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ ഐഡിയാസ്, അത് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് സെറ്റോടു കൂടി അതിനെ സമീപിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കുക. ഒത്തിരി ബോർഡം, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് എലമെൻറ്റ്, എന്തെങ്കിലും ഫൺ എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബോണ്ടിങ് കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ട്രെങ്ത്, ബ്യൂട്ടിഫുൾ. സ്ട്രെങ്ത് കാർഡിൽ വന്നിട്ട് ഇവിടെ അൺലിമിറ്റഡ് ഫണ്ണിൻ്റെ എനർജിയാണ്, ജോയ്ഫുൾ ആക്ടിവിറ്റിയുടെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ ഈ ഒരു വീക്കിൽ നടക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു സോളാർ പ്ലെക്സസ് ചക്ര ഒത്തിരി ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഒത്തിരി സ്ട്രെങ്ത് ആവശ്യമുള്ള ഒരു വീക്കായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഫൈബർ ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അതെല്ലാം ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ ഗാഡ്ജറ്റ്സ് മേടിക്കാനായിട്ട്, പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ചോയ്സസ്, നിങ്ങൾ ഈ ഒരു വീക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അത് കുറച്ചും കൂടെ കോൺഷ്യസ് ആകാനായിട്ടും ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ആകാതിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മിസ് ചെയ്തിട്ട് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം, ആ ഫ്രീ ടൈം കുറച്ചും കൂടെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
കുറച്ച് പേരോട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യണ സമയത്ത്, കാര്യങ്ങൾ പറയണ സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ സ്മൈൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ആ ഒരു പോസിറ്റീവ് വൈബിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്ക് വന്നിട്ട്? ഓക്കെ, ഒന്നും കൂടെ നോക്കാം. പൈൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്ക് വന്നിട്ട്? കറേജ്. ഐ ഫൈൻഡ് ദ ഇന്നർ സ്ട്രെങ്ത് ടു ഫേസ് ഫിയർ വിത്ത് കോൺഫിഡൻസ്. ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി നിങ്ങളതിനെ എന്താ പറയുക, തരണം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സ്ട്രെങ്ത്ത്, ഒത്തിരി ശക്തി ആവശ്യമുള്ള ഒരു ടൈം പീരീഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിൽ വന്നിട്ട് ചേഞ്ച് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ചേഞ്ചസ് ആയിട്ട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. മാറ്റങ്ങളെ നിങ്ങൾ പേടിക്കാതിരിക്കുക, ആ ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കാർഡ് ഞാൻ നോക്കിയായിരുന്നു. ഇതിൽ വന്നിട്ട് എംപതിയാണ്. ഐ ആം ഓപ്പൺ ടു സീയിങ് ബോത്ത് സൈഡ്സ് ഓഫ് എ സിറ്റുവേഷൻ. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ എംപതി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. എംപതി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ചാലഞ്ച് വരുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ നിങ്ങൾ അഫേം ചെയ്യുക, ഐ ഫൈൻഡ് ദ ഇന്നർ സ്ട്രെങ്ത് ടു ഫേസ് ഫിയർ വിത്ത് കോൺഫിഡൻസ്. എന്തെങ്കിലുമൊക്കെ പേടി, ഭയം, അങ്ങനത്തെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ആത്മധൈര്യത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ എനർജി തന്നെയാണ് സ്നേക്കിൽ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ്, വിഷമങ്ങൾ, അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഓക്കെ, ഗോൾഡ് ഫിഷ് വന്നിട്ട് അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഓൾറെഡി ലൂണാർ എക്ലിപ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്തോട്ടുള്ള മെയിൻ എനർജീസ് എല്ലാം ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോൾഡ് ഫിഷ് വന്നിട്ട് പറയാണ്, ഐ ആം സോ ഇൻക്രെഡിബ്ലി ലക്കി. ഈ ഒരു വീക്കിൽ ഒത്തിരി ഗ്രോത്തിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു നാച്ചുറൽ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓർഗാനിക്കലി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട്, ഒത്തിരി ഡിവൈൻ ഓർഡറിൽ അത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലക്കിയല്ല, നിങ്ങൾക്ക് അബണ്ടൻസ് ഇല്ല, ബ്ലെസ്സിങ്സ് ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു വീക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ആം ലക്കി, ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ലക്കിയാണ്, എൻ്റെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബിസിനസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആയിട്ട് വരണ അനുസരിച്ചിട്ട് നിങ്ങളുടെ അബണ്ടൻസിലും ഒത്തിരി പോസിറ്റിവിറ്റി കാണാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ സ്നേഹം, സമാധാനം, ഹാർമണി അതെല്ലാം ചൂസ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു വീക്കിൽ എന്തെല്ലാം ആക്ടിവിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും നോക്കാം. പൈൽ നമ്പർ 3. താങ്ക് യു. ഓക്കെ, സോറി, ഒന്നും കൂടെ. പൈൽ നമ്പർ 3, പൈൽ നമ്പർ 3. ഇവിടെ ടൈമാണ് വന്നിരിക്കുന്നത്, സമയം. ട്രൈ എ ന്യൂ ലാംഗ്വേജ്. നിങ്ങളോട് ഈ ഒരു വീക്ക്
പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. പുതിയ ലാംഗ്വേജ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതെല്ലാം ട്രൈ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വെൽത്ത് ആണ് വന്നേക്കുന്നത്. മേക്ക് സേവിങ്സ് ഈസി. The secret to develop good habit is making them really easy. So make saving some of your hard-earned money a breeze. Set up an automatic transfer for every payday from your bank account to your savings or investments. Try starting with a small amount, and as you feel more comfortable with savings, you can increase it. Review your saving contribution in 3 months and decide if you can increase it. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാനായിട്ട് സാധിക്കും, ഡിസൈഡ് ഹൗ മച്ച് ടു സേവ്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് ഒരു നിങ്ങളുടെ മണി ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടാണ് കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്. കുറച്ച് പേരോട് നിങ്ങൾ മണി യൂസ് ചെയ്യുന്ന രീതി, ഹാൻഡിൽ ചെയ്യുന്ന രീതി, അത് കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു എക്സാമ്പിളിൻ്റെ രൂപത്തിൽ പറയുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫറാണ്, മണി ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം പേടി തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ റിവ്യൂ ചെയ്യണം കേട്ടോ. കാരണം എന്ത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചെയ്ത ശേഷം നമ്മളത് റിവ്യൂ ചെയ്ത് നോക്കണം. എനിക്കത് പറ്റുന്നുണ്ടോ, എനിക്കതിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നോക്കുക. മണി സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ട് ശ്രമിക്കുക. സ്മാർട്ട് വേയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ക്രിയേറ്റ് എ വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്, വ്യക്തത കിട്ടുന്നതാണ്. നമ്മളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളുടെ ഡിസയർസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ വ്യക്തത കിട്ടുന്നതാണ് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു വീക്കിലോട്ട്. താങ്ക് യു. കുറച്ച് പേർക്ക് ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഗൈഡൻസ് എന്താണ്? പൈൽ നമ്പർ 3യുടെ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ, പുഷ് ത്രൂ മൈ ഇൻസെക്യൂരിറ്റീസ്. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ തരണം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ന്യൂ മൂൺ ഇൻ ടോറസ്, നോ യുവർ വർത്ത്. നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വാല്യൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വീക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഈ വർത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, നിങ്ങളുടെ അസറ്റ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച്, മണി ഫിനാൻസിൽ എന്തെങ്കിലും ചാലഞ്ച്, എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വരുന്നുണ്ടെങ്കിൽ അത് തരണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ക്യാൻസറിൻ്റെ എനർജി വന്നിട്ട് ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആകാം. Thank you. File number 3. Thank you. Wow. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഫീൽ ഗുഡ് എനർജിയാണ്. ഓക്കെ, അതായത്
എൻ്റെ ലൈഫിലെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത്, ഐ ആം എ ഗുഡ് പേഴ്സൺ, ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ ഒത്തിരി ക്ലെൻസിങ്ങിൻ്റെ എനർജി, ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ലവ്, സ്നേഹത്തിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഓവർഫ്ലോ എനർജിയാണ്. ഒത്തിരി സ്നേഹം, ഒത്തിരി അൺകണ്ടീഷണൽ ലവ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 of Pentacles. കുറച്ച് പേർക്ക് റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയും ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ എർത്തായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഒത്തിരി ഉത്തരവാദിത്തമായിരിക്കാം. അത് ബാലൻസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം. 4 of Cups. ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവ് എനർജി വരുന്നതാണ് ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഇവിടെ ഒരു ഏസ് ഓഫ് കപ്സ്, അഗെയിൻ ഈ ഒരു എനർജിയാണ്. പുതിയ ഓഫർ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ പുതിയ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്ക് വരുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫ് ഈ ഒരു വീക്ക് കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒത്തിരി സാഡ്നെസ് ആണ്, ബോർഡമാണ്. ആ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, സ്നേഹത്തിൻ്റെ എനർജി, ഓക്കെ, ആ ഒരു ഫീൽ ഗുഡ് എനർജിയിലോട്ട് വരാനായിട്ട് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവിടെ ഒരു റിക്കവറിയാണ്. ഓക്കെ, ദ എംപ്രസ്. ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അബണ്ടൻ്റ് എനർജിയാണ്. ഇവിടെ വന്നിട്ട് 9 of Swordsൻ്റെ എനർജി, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻസ്, ഒത്തിരി സ്റ്റക്ക് എനർജി, അതിൽ നിന്നെല്ലാം ഇവിടെ ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്ന എനർജി, കരിയറിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും സാഡ്നെസ്, അതിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെർമിറ്റ്, ഹാരഫൻറ്റ്, വാവ്, ഇത്തിരി സ്പിരിച്വൽ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ കണ്ടോ, ഫൂൾ, ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. ഓക്കെ, പേജ് ഓഫ് സോഡ്സ് ഒക്കെ ഉണ്ടോ. ഇവിടെ ലേണിങ്ങിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, വ്യക്തത, ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, അത് ഈ ഒരു വീക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എഗെയിൻ ഹയർ ലേണിംഗ്, ഹയർ എഡ്യൂക്കേഷൻ്റെ എനർജിയാണ്. ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ഗ്രോത്ത് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെർമിറ്റിൻ്റെ എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ചുറ്റും ഒരു ഗ്ലോയിങ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും ഈ ഒരു വീക്ക് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ എന്താണ് എൻ്റെ ലൈഫിൽ ആവശ്യമുള്ളത്, പ്രസൻറ്റ് മൂമെൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി, സ്മൈൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ആ ഒരു പോസിറ്റീവ് എനർജിയിലിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജസ്റ്റിസ്, ഒരു നീതി ഒക്കെ ലഭിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒത്തിരി ചാലഞ്ചസ്, ഒത്തിരി
എനർജി ആവശ്യമുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ടും നിങ്ങൾ സമയമെടുക്കുക. ഓക്കെ, അതൊരു സെൽഫ് കെയർ റുട്ടീനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പൈൽ നമ്പർ 3. ഇൻ ഡിസിഷൻ ഐ യൂസ് മൈ ഇൻറ്റ്യൂഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ ഡൗട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ എഗെയിൻ എനിക്ക് റൂട്ട് ചക്രയുടെ എനർജിയാണ്. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ആൻസേഴ്സ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ലഭിക്കത്തില്ല. അതിൻ്റെ ഡിവൈൻ ടൈമിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.